ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വീണ്ടും ഒരു മോർണിംഗ് വ്ളോഗ് ആട്ടോ കാണിക്കുന്നത്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ചുമ്മാതെ പുറത്തോട്ടൊക്കെ ഇറങ്ങി വെയിൽ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസത്തിന് ശേഷം. അങ്ങനെ ഇവമോളെയും കൂട്ടി അമ്മ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കേട്ടോ. നമുക്കൊരു സൈക്കിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് എന്തോ അതിലിരിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവളെയും കൊണ്ട് അമ്മ കുറേ നടന്ന് കറങ്ങിയൊക്കെ ചെയ്തു, പാർക്കിലൊക്കെ പോയി. അവൾ അതിനകത്ത് എഴുന്നേൽക്കുന്നേ ഇല്ലായിരുന്നു. തിരിച്ച് റൂമിലോട്ട് വരുമ്പോൾ അവളങ്ങ് കരയുമായിരുന്നു. അമ്മ വീണ്ടും അവളെയും കൊണ്ട് പോയി. കൂടെയുള്ള കൊച്ച് അടുത്ത റൂമിലെ കേട്ടോ. അങ്ങനെ പിന്നെ തിരിച്ച് ഇവമോളെയും കൂട്ടി വന്ന് ഇവളിപ്പോഴും കൈ ഉറങ്ങും കേട്ടോ. 1 വയസ്സ് കഴിഞ്ഞ് എന്തൊക്കെ നോക്കിയിട്ടും മാറുന്നില്ല. ഇതിന് എന്തെങ്കിലും ടിപ്പുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ ആരെങ്കിലും. അങ്ങനെ ഇന്നത്തെ കുക്കിങ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീണ്ടും ഇവമോളെയും കൂട്ടി അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് അമ്മ വീണ്ടും അവളെയും കൊണ്ട് പുറത്തോട്ടൊക്കെ ഒന്ന് പോയി കേട്ടോ. ഇന്ന് എന്തായാലും നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തു. പിന്നെ അപ്പം ഞാനാട്ടോ ഇന്നത്തെ കുക്കിങ്. ചേട്ടന് നല്ല നൈറ്റ് ചിക്കൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ നിന്നങ്ങ് കറിയാക്കാമെന്ന്. അങ്ങനെ അത് കറിയാക്കാനുള്ള തത്രപ്പാടിലാണ്. ഇവിടുത്തെ റൂമും കിച്ചണും ഒക്കെ നല്ല ചെറുതാട്ടോ. അതുകൊണ്ട് നമുക്ക് സ്ഥലം വളരെ കുറവാണ് സാധനങ്ങളും പാത്രങ്ങളും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കറിയാക്കാനുള്ള ഉള്ളിയെല്ലാം വഴറ്റി ബാക്കിയുള്ള മസാല ഐറ്റംസൊക്കെ ഇടുകയാണ്. ഈ ചെവിയിൽ എന്താണ് ഇരിക്കുന്നതെന്ന് ആരും വിചാരിക്കേണ്ട. പുറത്തോട്ട് ഇറങ്ങിയപ്പം നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എടുത്ത് ചെവിയിൽ വെച്ചാൽ ഇത് വെക്കുന്നത് കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ്. ഇത് വെക്കുന്നത് ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പോൾ അടുത്ത റൂംമേറ്റ് ഇത് തമിഴാട്ടോ, സൗമ്യ എന്നാണ് നെയിം. അങ്ങനെ വന്നിട്ടുണ്ടായിരുന്ന റൂമിലോട്ട് ഇവമ്മയുടെ കൂടെ സൗമ്യയുടെ മോളും പോയിട്ടുണ്ടായിരുന്നു അമ്മയുടെ കൂടെ പാർക്കിലോട്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞു. എനിക്ക് നല്ല വിശപ്പായിരുന്നു. അങ്ങനെ ഇവിടിരുന്നൊരു ബിസ്ക്കറ്റൊക്കെ എടുത്ത് കഴിച്ചു. അപ്പോഴേക്കും കറിയൊക്കെ ആയി. അപ്പോഴത്തേക്കും അമ്മ ഇവമോളെയും കൂട്ടി ഇങ്ങ് വന്നായിരുന്നു കേട്ടോ. വന്നിട്ട് ആൾ ഭയങ്കര അലമ്പും കുസൃതിയായിരുന്നു. അവൾക്ക് വീണ്ടും പോകണം. അതിന് വേണ്ടിയിട്ട് പിന്നെ അവളെ ഒരുവിധം അടക്കി ഞാൻ ഇരുത്തി പിന്നെ കൊണ്ട് ഫ്രഷൊക്കെ ആക്കി നമുക്ക് പാലൊക്കെ കുടിച്ച്. അപ്പോൾ അത്രേ ഉള്ളൂ.